സുഹൃത്തുക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സേവ് ചെയ്യാൻ പറ്റാതെ ക്ലോസ് ചെയ്യപ്പെട്ടു പോയ ഫയലുകൾ ഡാറ്റ ഒന്നും നഷ്ടപ്പെടാതെ എങ്ങനെ റിക്കവർ ചെയ്യാമെന്നായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വലിയൊരു ഡാറ്റാബേസ്, കൂടുതൽ കോളങ്ങളും റോസൊക്കെ ഉള്ളൊരു ഡാറ്റാബേസ് നമുക്ക് എങ്ങനെ അതിൻ്റെ പല ഭാഗങ്ങൾ എങ്ങനെ വ്യൂ ചെയ്യാം, അങ്ങനെ വ്യൂ ചെയ്യുന്നതിനും മാറ്റം വരുത്തുന്നതിനും ഒക്കെയായി എക്സലിൽ എന്തൊക്കെ ടൂളുകളാണ് ഉള്ളത് എന്ന കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കുറേ റോസും കോളംസും ഒക്കെ ഉള്ള ഡാറ്റ ആണെന്ന് വിചാരിക്കാം. നമുക്ക് ഇപ്പം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പം മേലെ ഏതാണ് ഇതിൻ്റെ കോളം ഹെഡിങ് എന്ന് അറിയാൻ ബുദ്ധിമുട്ടാണ്. സ്വാഭാവികമായിട്ടും അതിനുള്ള വഴിയാണ് പറയുന്നത്. നമ്മൾ വ്യൂ ടാബ് എടുക്കുക, എന്നിട്ട് അതിൽ ഫ്രീസ് പെയിൻ എന്നുള്ളടുത്ത് ഫ്രീസ് ടോപ്പ് റോ ക്ലിക്ക് ചെയ്യാം. ഇനി സ്വാഭാവികമായിട്ടും ആ ടോപ്പ് റോ മൂവ് ചെയ്യാതെ നമുക്ക് താഴെ വരെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പം ഇവിടെ നമുക്ക് ഓർഡർ ID മിസ് ചെയ്യാതെ പോകണമെന്നാണെങ്കിൽ ഫ്രീസ് പെയിൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഫ്രീസ് ഫസ്റ്റ് കോളം എടുക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കോളം ഫ്രീസ് ആവും. സ്വാഭാവികമായിട്ടും ടോപ്പ് റോ ഫ്രീസ് ആവാതെ പോവുകയും ചെയ്യും. അങ്ങനെ നമുക്ക് രണ്ടും കൂടി ഫ്രീസ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ അൺഫ്രീസ് പെയിൻ എടുക്കുക, എന്നിട്ട് ഫ്രീസ് പെയിൻ എന്നുള്ള ഭാഗം, ഫ്രീസ് ടോപ്പ് റോ, ഫ്രീസ് ഫസ്റ്റ് കോളം നമ്മൾ കണ്ടു. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ടോപ്പ് റോ അഥവാ ഹെഡിങ്ങും അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ ഇങ്ങോട്ട് തിരിക്കുകയും ഇങ്ങോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ഇത് രണ്ടും ഫ്രീസായി നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി സപ്പോസ് നമ്മൾ ഇതിന് വലിയ ഹെഡിങ് ഒക്കെ ഉണ്ട്, അപ്പോൾ ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും ഫ്രീസ് ടോപ്പ് റോ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് റോ ആണല്ലോ എടുക്കുക. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് വേണമെന്നാണെങ്കിൽ അൺഫ്രീസ് ചെയ്ത് നമുക്ക് ഓർഡർ IDയും ഡേറ്റും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭാഗം ഏത് ഭാഗം മുതലാണോ ഫ്രീസ് ചെയ്യുന്നതിന് തൊട്ട് കോളം സെലക്ട് ചെയ്ത് ഏത് സെല്ല് മുതലാണോ ഏത് റോ മുതലാണോ അതിൻ്റെ താഴെയുള്ള റോ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഫ്രീസ് പെയിൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഇവിടെ ഈ ഓർഡർ ID ഡേറ്റ് എന്നുള്ള ഭാഗം നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴും നീക്കുമ്പോഴൊന്നും തന്നെ ഈ ഭാഗം മൂവ് ചെയ്യാതിരിക്കുന്നത് കാണാം. ഇത് എവിടെ വെച്ച് നമുക്ക് ചെയ്യാം. എന്ത് ചെയ്യണം? അൺഫ്രീസ് ചെയ്ത് നമുക്ക് റീജിയൻ വരെ കിട്ടണമെന്നാണെങ്കിൽ, ഇപ്പം എല്ലാം മൂവ് ചെയ്യുന്നുണ്ട്, റീജിയൻ വരെ കിട്ടണമെന്നാണെങ്കിൽ ഫ്രീസ് പെയിൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇപ്പം നമുക്ക് റീജിയൻ, ഡേറ്റ്, ഓർഡർ ID മൂന്നും ഫ്രീസ് ആയിട്ടുണ്ട്. അതേപോലെ നമ്മളെ കോളം ഹെഡിങ്ങും ഫ്രീസ് ആയിട്ടുണ്ട്. ഈ ഒരു ഷീറ്റിന്റെ തന്നെ വ്യത്യസ്ത ഭാഗങ്ങൾ നമുക്ക് കമ്പയർ ചെയ്യണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് നമ്മളിത് എവിടാണോ ചെയ്യേണ്ടത് അവിടെ സെല്ല് സെലക്ട് ചെയ്തിട്ട് നമ്മൾ സ്പ്ലിറ്റ് എന്നുള്ള ഭാഗം വ്യൂ ടാബിൽ സ്പ്ലിറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ പോയിന്റിൽ വെച്ചിട്ട് സ്പ്ലിറ്റ് ആവും. നമുക്ക് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ 4 ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഭാഗം സ്ക്രോൾ ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകും. ഇത് നമുക്ക് മൂവ് ചെയ്യുമ്പോൾ കണ്ടോ ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് കമ്പയർ ചെയ്യാം. ഉദാഹരണത്തിന് നമുക്കിവിടെ ഈ സെയിൽസ്, ടോട്ടൽ സെയിൽസും ഉണ്ട്, അതേപോലെ നെറ്റ് സെയിൽസും കമ്പയർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് വരാം. അല്ലെങ്കിൽ ഈ ഭാഗം സ്ക്രോൾ ചെയ്ത് മേലോട്ട് പോകണമെങ്കിൽ അങ്ങനെ പോവാം. ഇനി ഇവിടെ അങ്ങോട്ടും നീക്കണമെങ്കിൽ ഇവിടെ നീക്കാം. അങ്ങനെ 4 ഭാഗമായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഷീറ്റിന്റെ തന്നെ വിവിധ ഭാഗങ്ങളാണിത്. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയാൽ ആ മാറ്റം ഇവിടെയൊക്കെ റിഫ്ലക്റ്റ് ആവും. കാരണം ഇപ്പോൾ ഇവിടെ 54 ആണല്ലോ, നമ്മൾ ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ 2 ഭാഗത്തും സ്പ്ലിറ്റ് ആവും, റിഫ്ലക്റ്റ് ചെയ്യും. ഇവിടെ ഇപ്പോൾ നമ്മൾ 10 ആക്കി കഴിഞ്ഞാൽ ഇവിടെ വാല്യൂ, ഈ ഭാഗത്തുള്ള വാല്യൂ ഈ ഭാഗത്തുള്ള വാല്യൂ മാറും. ഒരു ഷീറ്റിന്റെ തന്നെ ഭാഗമാണ്. അതൊരു ഇതിലെ 54 എന്നുള്ള 55 ആയി മാറി. ഇവിടെ 8 ആകുമ്പോൾ കണ്ടില്ലേ 54. ഇത് ഒരു ഷീറ്റിന്റെ തന്നെ 4 ഭാഗമാണ്. ഇനി നമുക്ക് ഇത്ര വേണ്ട, ഏതെങ്കിലും ഭാഗം ഒഴിവാക്കണം, നമുക്ക് ടൈൽഡ് ആയിട്ട് ഈ ഭാഗത്ത് മാത്രം സ്പ്ലിറ്റ് മതി എന്നാണെങ്കിൽ നമുക്ക് ഇതിനെ ഇവിടെ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം സ്പ്ലിറ്റ് ഇങ്ങനെ മാത്രമായിട്ട് മാറി. ഈ ഭാഗവും 2 ഭാഗവും നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. ഇവിടെ പക്ഷേ ഇതിനൊരു സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ഇവിടെ സ്ക്രോൾ ചെയ്യാം. ഇത് രണ്ടും കിട്ടണമെങ്കിൽ നമുക്ക് ഇത് വെച്ചുകൊണ്ട് ടോട്ടൽ സെയിലും നെറ്റ് സെയിലും ഒക്കെ നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ മറ്റൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരേ സമയം സ്പ്ലിറ്റും ഫ്രീസും വർക്ക് ചെയ്യില്ല. നമ്മൾ ഫ്രീസ് കഴിഞ്ഞിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ടോപ്പ് റോ നമ്മൾ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്പ്ലിറ്റ് അടിച്ച് കഴിഞ്ഞാൽ ആ ടോപ്പ് റോയിൽ വെച്ചിട്ടായിരിക്കും അത് സ്പ്ലിറ്റ് ആയി മാറും. അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇത് മതി, നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. വേണമെങ്കിൽ 2 ഭാഗത്തേക്ക് പോവാം. 4 ഭാഗവും ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്യാം. ഇനി ഇവിടുന്ന് സ്പ്ലിറ്റ് ഒഴിവാക്കണമെങ്കിൽ ഇവിടെയും ഡബിൾ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടുത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് ഒഴിവായി പൂർവ്വസ്ഥിതിയിലായിട്ട് വരും. നമുക്ക് ഒരു വർക്ക് ബുക്കിൽ തന്നെ വ്യത്യസ്ത ഷീറ്റുകൾ, ഇവിടെ ഇപ്പോൾ 2023-24 സെയിൽസ് റിപ്പോർട്ട് ഉണ്ട്, അതേപോലെ 24-25, ഇത് രണ്ട് ഷീറ്റിലാണ്, ഒരേ വർക്ക് ബുക്കിലാണ്. ഇത് തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്യണം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഫയൽ നെയിം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വ്യൂ ഓപ്ഷൻസ്, ഫ്രീസ് വ്യൂ ഓപ്ഷൻസ് ആണ് ഈ ഫയൽ നെയിം. അങ്ങനെ നമ്മളിവിടെ വ്യൂ ടാബിൽ തന്നെയാണ് ഒക്കെ ഉള്ളത്. നമ്മൾ ന്യൂ വിൻഡോ, ഈ ടാബ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ന്യൂ വിൻഡോ
ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇപ്പം നമുക്ക് 2 വിൻഡോ ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഫ്രീസ് ഓപ്ഷൻസ് 2 എന്ന് കാണാം. ഇനി നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്ത് ടാബ് അമർത്തുമ്പോൾ അടുത്ത ഷീറ്റിലേക്ക് പോകും. കണ്ടോ ഇവിടെ 1 എന്നാണുള്ളത്. 1 കൺട്രോൾ ടാബ് അമർത്തുമ്പോൾ 2. അപ്പോൾ 2 വിൻഡോ ആയിട്ടാണ് ഇപ്പം നമ്മളെ ഷീറ്റ് ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടി വ്യൂവിൽ പോയിട്ട് അറേഞ്ച് ഓൾ എന്ന് കൊടുക്കാം. സ്വാഭാവികമായിട്ടും ടൈൽഡ് ഹോറിസോണ്ടൽ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. നമ്മൾ ടൈൽഡ് കൊടുത്തു കഴിഞ്ഞാൽ 2 ഉള്ളത്. അപ്പോൾ ഇങ്ങനെ 2 ഷീറ്റുകളായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ രണ്ടും ഒരേ ഷീറ്റാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഈ ഷീറ്റിൽ ഇവിടെ 24, 25 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. സ്വാഭാവികമായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് 2 ഷീറ്റുകളാണിത്. ഒരു വിൻഡോയിൽ ഒരു ഷീറ്റും അടുത്ത വിൻഡോയിൽ ഷീറ്റും. ഇത് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെയിൽസ് റിപ്പോർട്ടോ എന്തെങ്കിലും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതാ ഇവിടെ ഇവിടെ ഇങ്ങനെ കാണാം. ഇത് 2000, ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്രീസ് ചെയ്യുകയൊക്കെ ചെയ്യാം. നേരത്തെ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാം. നമുക്കിവിടെ ഫ്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചുകൊണ്ട് നേരത്തെ ചെയ്ത വ്യൂ ടാബിൽ പോയിട്ട് നമ്മൾ ഫ്രീസ് പെയിൻ അവിടെ കാണാം. ഫ്രീസ് പെയിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ ഫ്രീസ് ആവും. ഒക്കെ നമുക്ക് ഇതിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഫ്രീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിവിടെ ഇങ്ങനെ കിട്ടും. ഇനി അതേപോലെ ഇതും നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീസ് പെയിനിൽ ഇത് ചെറുതാക്കിക്കൊണ്ട് അതിൻ്റെ അലൈൻമെന്റിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഫ്രീസ് പെയിൻ കൊടുക്കുന്നത് ഇവിടെ സെലക്ട് ചെയ്യണം. എന്നിട്ട് ഫ്രീസ് പെയിൻ. അപ്പോൾ രണ്ടും നമ്മൾ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കമ്പയർ ചെയ്യാം. നമ്മൾ ഫ്രീസ് ഇവിടെയാണ് ഫ്രീസ് ആയിട്ടുള്ളത്. നമുക്ക് ഇവിടെ വെച്ചുകൊണ്ട് ഫ്രീസ് ചെയ്യാം. ഫ്രീസ് പെയിൻ. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് സെയിൽസ്, അപ്പോൾ ഇവിടെ വെച്ച് ഇവിടെയുള്ള നെറ്റ് സെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് 2024, 25 ഇവിടെ നോക്കിയാൽ കാണാം. ഇവിടെ 2023, 24 ഫ്രീസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ ഹെഡിങ് കാണാത്തത്. അത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് നോക്കിയാൽ 24 മനസ്സിലാവും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതേപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ നോക്കിയാൽ 24, 25. അപ്പം ഇങ്ങനെ ഈ 2 സെയിൽ ഷീറ്റുകൾ നമുക്ക് സുഖമായിട്ട് കമ്പയർ ചെയ്യാം. ഇത് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് സെയിം വർക്ക് ബുക്കിലെ ഡിഫറെൻറ്റ് ഷീറ്റുകളാണ് നമ്മൾ ഡിഫറെൻറ്റ് വിൻഡോ ആയിട്ട് അറേഞ്ച് ചെയ്തതാണ്. ഇനിയിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് 1 ആണ്, ഇത് 2 ആണ്. നമ്മൾ ഇവിടെ എന്തെങ്കിലും മാറ്റം വരുത്തിയ ആ മാറ്റം ഇപ്പുറത്തെ ഷീറ്റാണ്. ഇത് സെയിം ഷീറ്റല്ല. നമുക്ക് സെയിം ഷീറ്റ് വ്യൂ ചെയ്യാൻ പറ്റും. നമുക്ക് നേരത്തെ സ്പ്ലിറ്റ് വ്യൂവിന് പകരം ഇതേപോലെ ഇപ്പോൾ 23, 24, ഇത് 23, 24 ഇവിടെ ഷീറ്റ് സെലക്ട് ചെയ്യണമെന്നുള്ളൂ. സെയിം ഷീറ്റ് ഇതേപോലെ വ്യൂ ചെയ്യാം. ഡിഫറെൻറ്റ് ഷീറ്റ് നമുക്ക് വ്യൂ ചെയ്യാം. ഇവിടെ വരുത്തുന്ന മാറ്റങ്ങളൊക്കെ ഇവിടെയും നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് കോൾ എടുക്കുന്നു, ഇവിടെ 8 ആണ്, ഇവിടെ 8 ആണ്. ഇവിടെ നമ്മൾ 10 എന്ന് കൊടുക്കുന്നു. സ്വാഭാവികമായിട്ട് ഇവിടെ ഇത് എൻ്റർ അടിക്കുന്നതോടുകൂടി ഇവിടെയും 10 ആണ് നമുക്ക് മനസ്സിലാവും. ഇവിടെ 15 ആണ്. ഇവിടെ നിന്ന് നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തു, ഇവിടെ സെലക്ട് ചെയ്തു. അവിടെ 15 എന്നുള്ളത് നമ്മൾ 12 എന്ന് കൊടുക്കുന്നതോടുകൂടി അവിടെയും ഈ ഭാഗത്ത് എന്തായി മാറുന്നു, 12 ആയി മാറുന്നു. കാരണം എന്താണ്, ഇത് ഒരു ഷീറ്റിന്റെ തന്നെ 2 കോപ്പികളാണ്. ഇനി നമ്മൾ ഇത് 1 ആണ്, ഇത് 2 ആണ്, നമുക്കറിയാം. നമുക്ക് ഏതെങ്കിലും ഒന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത് ക്ലോസ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മളോട് സേവ് ചെയ്യാനൊന്നും ചോദിക്കില്ല. കാരണം എന്താ, 2ന്റെ കോപ്പിയാണല്ലോ. ഇതാണ് ഒറിജിനൽ. ഇപ്പം കണ്ടില്ലേ, നമ്മളൊന്ന് ക്ലോസ് ചെയ്തതോടുകൂടി ഇതിന്റെ പേരിൽ നിന്ന് 1, 2 എന്നുള്ളത് പോയി. ഇനി നമ്മൾ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മളോട് എന്ത് ചെയ്യും, നമ്മളോട് സേവ് ചെയ്യണമെന്ന് ചോദിക്കും. നമുക്ക് സേവ് ചെയ്യാം, ഡോൺ സേവ് അടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്യാൻസൽ കൊടുക്കാം. ഇത് സേവ് ചെയ്യാൻ നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തിയതുകൊണ്ടാണ്. അപ്പോൾ ഒരേ ഷീറ്റ് തന്നെ, അതായത് ഒരു വർക്ക് ബുക്ക് തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് ഷീറ്റുകളെ അല്ലെങ്കിൽ സെയിം ഷീറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, 2 വിൻഡോ ആയിട്ട് നമുക്ക് തുറന്ന് നമുക്കത് തമ്മിലും കമ്പയർ ചെയ്യാൻ പറ്റും. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച വ്യൂ ടാബിലുള്ള മറ്റു കാര്യങ്ങളുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.